Good afternoon. Good afternoon, Good afternoon. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? Yes, ma'am. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ചോ? ഫുഡൊക്കെ കഴിച്ചോ എല്ലാവരും? പലരും ജോയിൻ ആവുന്നേ ഉള്ളൂ. നമുക്കൊന്ന് കുറച്ച് സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. എല്ലാവരുടെയും വീഡിയോ ഒന്ന് ഓൺ ചെയ്യാവോ? എനിക്കൊന്ന് കാണാനാണ് എല്ലാവരെയും. ഹായ്. എല്ലാവരും എക്സൈറ്റഡ് ആണോ? എക്സൈറ്റഡ് ആണോ? ഓക്കെ. എറണാകുളം ഭാഗത്തു നിന്നുള്ളവരുണ്ടോ ഇതിനകത്ത്? എറണാകുളം ഭാഗം ഇല്ല. എന്താണ് എല്ലാവർക്കും ടെൻഷൻ ഉണ്ടോ? പറവൂരാണ്. മനു പറവൂരാണ്. ഓക്കെ ഓക്കെ. പറവൂര് എവിടെയാണ്? പറവൂര് എവിടെയാണ് മനു? വീഡിയോ ഓഫ് ചെയ്തോളൂ കേട്ടോ. ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് ഓൺ ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ. പെരുമ്പാവൂര്, പറവൂര്. ഓക്കെ. ഭാവന പിയർ പെരുമ്പാവൂര് എന്നാണ് അല്ലെ? നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉള്ളത് പറവൂരാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഈ ഭാഗത്ത് നിന്ന്, എറണാകുളം ഭാഗത്ത് നിന്ന് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചത് കേട്ടോ. ഓക്കെ. അപ്പൊ എല്ലാവരെയും കാണാനും എന്താ പറയാ, പരിചയപ്പെട്ടിട്ടില്ല നമ്മള്. എനിക്ക് കാണാം, നിങ്ങളുടെയൊക്കെ പേര് കാണാം. ഓരോരുത്തരെ കൊണ്ട് പറയിപ്പിക്കാത്തത് സൗണ്ട് വരുമ്പോൾ ഡിസ്റ്റർബൻസ് ഉണ്ടാകും. റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് മാറും. അതുകൊണ്ടാണ് വഴിയെ നമുക്ക് ഓരോരുത്തരുടെ പേരുകളൊക്കെ പരിചയപ്പെട്ട് വരാം. ഓക്കെ. അപ്പോ ഞാൻ എന്നെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ പേര് അശ്വതി എന്നാണ് കേട്ടോ. ഓക്കെ. എല്ലാരും കേട്ടെന്ന് വിചാരിക്കുന്നു. അശ്വതി. അപ്പോ നിങ്ങളുടെ ഫസ്റ്റ് ക്ലാസ് ഞാനാണ് എടുക്കുന്നത്. ഇന്ന് ഫസ്റ്റ് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞാല് ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പൊ ഇൻട്രൊഡക്ഷൻ പറയുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എന്തൊക്കെയാണെന്ന്. നിങ്ങൾക്ക് എത്ര മൊഡ്യൂളാണ് ഉള്ളതെന്ന് അറിയാമോ? നിങ്ങളുടെ ഈ ഒരു കോഴ്സിൽ എത്ര മൊഡ്യൂളാണ് ഫിനിഷ് ചെയ്യേണ്ടതെന്ന് അറിയാമോ? അറിയാം. 4 മൊഡ്യൂൾ. 4 മൊഡ്യൂൾ അല്ലേ? ഓക്കെ. 4 മൊഡ്യൂളില് ടോട്ടല് വരുന്ന ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാല് 52 ആണ്. 52 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത് കേട്ടോ. അതിനകത്ത് മൊഡ്യൂൾ 1-ല് 13 ചാപ്റ്റർ ഉണ്ട്. ഓക്കെ. മൊഡ്യൂൾ 1-ലുള്ള ചാപ്റ്റേഴ്സിന്റെ എണ്ണം 13 ആണ്. മൊഡ്യൂൾ 2-ല് 15 ചാപ്റ്റേഴ്സ് ഉണ്ട്, 15 ചാപ്റ്റേഴ്സ് ഉണ്ട്. മൊഡ്യൂൾ 3-ല് 13 ചാപ്റ്റേഴ്സ് ആണുള്ളത്. മൊഡ്യൂൾ 4-ല് 11 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. അപ്പോ മൊഡ്യൂൾ 1-ല് 13 ചാപ്റ്റേഴ്സ്, മൊഡ്യൂൾ 2-ല് 15 ചാപ്റ്റേഴ്സ്,
ദെൻ മൊഡ്യൂൾ 3-ല് 13 ചാപ്റ്റേഴ്സ്, മൊഡ്യൂൾ 4-ല് 11 ചാപ്റ്റേഴ്സ്. ടോട്ടൽ എത്രയായി? 52 ചാപ്റ്റേഴ്സ്. ഓക്കെ, അപ്പൊ പല ടീച്ചേഴ്സ് ആണ് നിങ്ങൾക്ക് എടുക്കുന്നത്, ഞാൻ മാത്രമല്ല. വേറെ വിഷമിസ് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മിസ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടില്ലേ നിങ്ങളോട്? വിഷമിസ് പറഞ്ഞു തന്നല്ലോ, പറഞ്ഞിരുന്നു. ഓക്കെ ഓക്കെ. അപ്പോ ഞാൻ പറഞ്ഞു വേറെ ടീച്ചേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്, ചാപ്റ്റേഴ്സ് എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എടുക്കാൻ പോകുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. വേണമെങ്കിൽ നിങ്ങൾക്കത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നിങ്ങളുടെ കയ്യിൽ എല്ലാവർക്കും ടെക്സ്റ്റ് ഒക്കെ കിട്ടിയോ? ടെക്സ്റ്റ് കയ്യിൽ കിട്ടിയോ? ഇല്ല, കിട്ടിയിട്ടില്ല. ഓക്കെ, തൽക്കാലത്തേക്ക് എന്ത് ചെയ്യാം, ഒരു നോട്ട് എടുത്ത് വെക്കാം. എന്നിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവാ കേട്ടോ. നിങ്ങൾക്ക് പ്രിന്റഡ് നോട്ടിൽ പഠിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണുള്ളത്. പിന്നെ എന്തെങ്കിലും ടേംസിന്റെ ഒക്കെ ഡെഫിനേഷൻ പറയുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടേമുമായിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ പറയുമ്പോൾ, എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് കൂടുതൽ അറിവ് കിട്ടുന്നതിനായിട്ട് ആ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ലെക്ചർ നോട്ട് ചെയ്ത് പോവുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവുക. ഒരു നോട്ട്ബുക്ക് എടുത്ത് വെച്ചാൽ മതി ഇതിനായിട്ട്. ഇപ്പൊ ടെക്സ്റ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് പറയുന്നതാണ് കേട്ടോ ഞാൻ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പോ എന്റെ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. അതൊന്ന് നോട്ട് ചെയ്യാൻ വേണമെങ്കിൽ, ആദ്യത്തേത് മൊഡ്യൂൾ 1 ആണ്. മൊഡ്യൂൾ 1-ല് ഫസ്റ്റ് ചാപ്റ്റർ എടുക്കുന്നത് ഞാനാണ്, ഇൻട്രൊഡക്ഷൻ. ചാപ്റ്ററിന്റെ പേര് ഇൻട്രൊഡക്ഷൻ എന്നാണ് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ. ദെൻ തേർഡ് ചാപ്റ്റർ ഹെൽത്ത് കെയർ സിസ്റ്റംസ് ഇൻ ഇന്ത്യ. തേർഡ് ചാപ്റ്റർ ഹെൽത്ത് കെയർ സിസ്റ്റംസ് ഇൻ ഇന്ത്യ. Then sixth chapter outpatient department. Sixth chapter outpatient department. Then seventh chapter accident and emergency department. Seventh chapter accident and emergency department. Then ninth chapter inpatient department. Ninth chapter inpatient department. Then 10th chapter hospital wards. 10th chapter hospital wards. പേരൊന്നും കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞു തന്നതാണ്. ഒന്നും കൂടി പറഞ്ഞു തരാം. ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ, തേർഡ് ചാപ്റ്റർ ഹെൽത്ത് കെയർ സിസ്റ്റംസ് ഇൻ ഇന്ത്യ, ദെൻ സിക്സ്ത് ചാപ്റ്റർ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, സെവൻത് ചാപ്റ്റർ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ദെൻ നയൻത് ചാപ്റ്റർ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, ദെൻ 10th ചാപ്റ്റർ ഹോസ്പിറ്റൽ വാർഡ്സ്. ഫസ്റ്റ് മൊഡ്യൂളിൽ ഞാൻ എടുക്കുന്ന ചാപ്റ്റേഴ്സ് ഇതൊക്കെയാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ദെൻ സെക്കൻഡ് മൊഡ്യൂളിലേക്ക് പോവാം. സെക്കൻഡ് മൊഡ്യൂളിൽ എടുക്കുന്ന ചാപ്റ്റർ 3 ലബോറട്ടറി സർവീസ്. ചാപ്റ്റർ 3 ലബോറട്ടറി സർവീസ്. Then chapter 10 mortuary services. Chapter 10 mortuary services. Then chapter 11 ambulance services. Chapter 11 ambulance services. Then chapter 12 labor room services.
Chapter 12, Labor Room Services. Then Chapter 14, Biomedical Waste Management. Chapter 14, Biomedical Waste Management. Okay, ഒന്നും കൂടി പറഞ്ഞു തരാം. Module 2 വരുന്ന ചാപ്റ്റേഴ്സ് Chapter 3, Laboratory Services. Chapter 10, Mortuary Services. Chapter 11, Ambulance Services. Chapter 12, Labor Room Services. And Chapter 14, Biomedical Waste Management. Okay. Then അടുത്തത് Module 3 ആണ്. Module 3 വരുന്നത് Chapter 1, Discharge Process. Chapter 1, Discharge Process. വോയിസ് സ്റ്റക്ക് ആവുന്നുണ്ടോ? വോയിസ് ക്ലിയർ അല്ലേ? യെസ് മാം, ആണ്. ക്ലിയർ ആണ്. ഓക്കെ, നീനുവിന് എന്തെങ്കിലും ഒരു റേഞ്ചിന്റെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവും കേട്ടോ. ഒന്ന് ലെഫ്റ്റ് ആയിട്ട് റീജോയിൻ ചെയ്ത് നോക്കും. ഓക്കെ, ഡിസ്ചാർജ് പ്രോസസ് പറഞ്ഞു. Then Chapter 3, Human Resource Management. Chapter 3, Human Resource Management. Then Chapter 7, Disaster Management. Chapter 7, Disaster Management. Then Chapter 11, Quality Assurance and NAB. Chapter 11, Quality Assurance and NAB. Okay, so Chapter 1, Discharge Process. Module 3 chapters ആണ് പറയുന്നത് കേട്ടോ. Discharge Process. Chapter 3, Human Resource Management. Chapter 7, Disaster Management. And last one is Chapter 11, Quality Assurance and NAB. Then last module, Module 4. Module 4 വരുന്ന ചാപ്റ്റേഴ്സ് Chapter 3, Housekeeping Services. Chapter 3, Housekeeping Services. Then Chapter 8, Hospital Information System Basic. Hospital Information System Basic. Then Chapter 11, Basics of Computer. Chapter 11, Basics of Computer. ഒന്നുകൂടി പറയാം. ഫോർത്ത് മൊഡ്യൂളിൽ വരുന്നത് Chapter 3, Housekeeping Services. Chapter 8, Hospital Information System Basic. And Chapter 11, Basics of Computer. Okay. Clear ആണോ? Okay ആണോ? ഓക്കെ Okay ആണല്ലേ? ഇത്രയുമാണ് ഞാൻ എടുക്കുന്ന ചാപ്റ്റേഴ്സ് കേട്ടോ. മറ്റു ടീച്ചേഴ്സ് ഒരു വരയ്ക്ക് ചിലപ്പോൾ പറയുമായിരിക്കും ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് എടുക്കുന്നതെന്ന്. അപ്പോ നമുക്ക് ഇൻട്രൊഡക്ഷനിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചോട്ടെ. നിങ്ങൾ എല്ലാവരും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സിലേക്ക് വന്നിരിക്കുവാണ്. എല്ലാവർക്കും എക്സൈറ്റ്മെന്റ് ഉണ്ട്.
ആകാംക്ഷയുണ്ട് എന്തൊക്കെയാണ് പഠിക്കുന്നത്, എന്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇപ്പോഴുള്ള ധാരാളം ആകാംക്ഷകളോട് കൂടിയാണ് നിങ്ങൾ വന്നിരിക്കുന്നത് എന്നറിയാം. അപ്പൊ എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ? വാട്ട് ഈസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ? ഒരാൾ പറയാവോ? ഒരാൾ പറഞ്ഞാൽ മതി കേട്ടോ. എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ? ഹോസ്പിറ്റലിനെ കംപ്ലീറ്റ് ഫേസ് ചെയ്തിട്ട്, അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. എമർജൻസി ആയാല് അതിന്റെ പുറകില് ബില്ലിൻ്റെത്, വെള്ളത്തിന്, ഇങ്ങനെ അതൊക്കെ അല്ലേ? പറഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല. അനശ്വര കണ്ടിന്യൂ ചെയ്തോളൂ. എല്ലാം കേട്ടോ, ഷഹാന മ്യൂട്ട് ചെയ്യാ, ബാക്കിയുള്ളവർ ഓരോ മ്യൂട്ട് ചെയ്യാ. ഡിപ്പാർട്ട്മെന്റിനും എല്ലാം മാനേജ്മെന്റ് ചെയ്യുന്നതിന്റെ ഇതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനം അല്ലേ? അതിന്റെ മാനേജ്മെന്റ് എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും, അതായത് ഹ്യൂമൻ റിസോഴ്സിന്റെയും ലോസ് ആൻഡ് ഓർഡേഴ്സിന്റെ എല്ലാം മാനേജ്മെന്റ് ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലേ? മാനേജ്മെന്റ്. അതിലെ സ്പെഷ്യലായിട്ട് പ്രൊഫഷണൽസിനെയും ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുകയുണ്ടാവും. അതായത് നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റിനും അതിൻ്റെതായ ഓരോ പ്രൊഫഷണൽസ് കാണും, ഒരു ലീഡേഴ്സ് കാണും, അല്ല എച്ച് ഒ ഡി കാണും. അപ്പോൾ അതിൽ മൊത്തത്തിലുള്ള എല്ലാത്തിൻ്റെയും കൂടി കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്തതിനാൽ നമ്മൾ കൂടുതൽ പ്രൊഫഷണൽസ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സിനെയും കൂടി ഇതിലേക്ക്, ഒരു ഗ്രൂപ്പ് ഓഫ് അഡ്മിനിസ്ട്രേറ്റേഴ്സിനെയും കൂടി ഇതിലേക്ക് നമ്മൾ ഫോം ചെയ്യും. അപ്പോൾ അതിൻ്റെ എല്ലാം മൊത്തത്തിലുള്ള മാനേജ്മെന്റ് ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രജനി പറഞ്ഞത് ശരിയാണ് കേട്ടോ. അതായത് ഒരു ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള മാനേജ്മെന്റിനെയാണ് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഒരു ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള മാനേജ്മെന്റ്. Okay. Hospital administration is a process by which skilled men or women help organize and oversee the daily activities of a health care facility. ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ ഡെയിലി ആക്ടിവിറ്റീസ് മെച്ചപ്പെട്ട രീതിയിൽ നടത്താനും സ്കിൽഡ് ആയിട്ടുള്ള മെന്നിനെയും വുമനെയും പ്രാപ്തരാക്കുന്ന പ്രോസസ്സിനെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം. ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ ഡെയിലി ആക്ടിവിറ്റീസ് മെച്ചപ്പെട്ട രീതിയിൽ നടത്താനും സ്കിൽഡ് ആയിട്ടുള്ള മെന്നിനെയും വിമണിനെയും പ്രാപ്തരാക്കുന്ന പ്രോസസ് ആണെന്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഹോസ്പിറ്റലിന്റെ വിവിധ പ്രവർത്തനങ്ങൾ മാനേജ് ചെയ്യുക എന്നതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. ഒരു ഹോസ്പിറ്റല് നല്ല രീതിയിൽ റൺ ചെയ്യുന്നതിന് അവിടെ ഡോക്ടേഴ്സ് മാത്രം മതിയോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഡോക്ടേഴ്സ് മാത്രം ഉണ്ടെങ്കിൽ ഹോസ്പിറ്റൽ നല്ല രീതിയിൽ റൺ ചെയ്ത് പോകാൻ പറ്റുമോ? ഇല്ല അല്ലേ? ഓക്കെ. അപ്പോ എന്ത് ചെയ്യണം? അവിടെയുള്ള മറ്റ് സ്റ്റാഫുകള്, അവിടെ നടക്കുന്ന പ്രൊസീജിയേഴ്സ് കറക്റ്റ് വന്നാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു ഹോസ്പിറ്റലിന് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഓക്കെ. ഓക്കെ. അപ്പോ ഞാൻ ജസ്റ്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞുള്ളൂ. അപ്പൊ നമുക്കിനി നേരെ നമ്മുടെ ഇൻട്രൊഡക്ഷനിലേക്ക് പോകാം. ആർക്കും തന്നെ ടെക്സ്റ്റ് കിട്ടിയിട്ടില്ല? ഒരാൾക്ക് കിട്ടിയിട്ടില്ലല്ലോ? ആരെങ്കിലും കിട്ടിയവരുണ്ടോ ഇതിനകത്ത്? ഇല്ല, ഞങ്ങൾക്ക് 10 ഡേയ്സിനുള്ളിൽ വരുമെന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഓക്കെ. ഇപ്പോ PDF-ന്റെ ഭാഗം നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്, കാണാമോ? കിട്ടിയവര് ടെക്സ്റ്റ് നോക്കുക, അല്ലാത്തവരുണ്ടെങ്കിൽ ഈ സ്ക്രീൻ ഒന്ന് നോക്കിയാലും മതി കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ഫസ്റ്റ് നിങ്ങൾ ഒരു 5
മിനിറ്റ് എടുത്തിട്ട് ഇതൊന്ന് വായിക്കുക. മൈൻഡിൽ റീഡ് ചെയ്താൽ മതി കേട്ടോ. ടെക്സ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വായിക്കാനായിട്ട് പറഞ്ഞത്. ജസ്റ്റ് അതൊന്ന് ഫുൾ പേജ് ഒന്ന് വായിക്കുക, എന്നിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. വായിച്ചു കഴിയുമ്പോൾ സമയം എടുത്ത് വായിക്കുക, മനസ്സിരുത്തി വായിക്കുക. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് തമ്പിട്ടാൽ മതി കേട്ടോ. ഓക്കെ, എല്ലാവരും വായിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. വായിച്ചു കഴിഞ്ഞായിരുന്നോ? അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ. ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ. അപ്പൊ ഞാൻ ഇന്നത്തെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ദ ഇംഗ്ലീഷ് വേർഡ്സ് ഹോസ്പിറ്റൽസ്, hostels, hotels, and hospice are all, according to etymology, related to the Latin noun hospice. Okay, അതായത് ഇംഗ്ലീഷ് വേർഡുകളായിട്ടുള്ള ഹോസ്പിറ്റൽസ്. ഹോസ്പിറ്റൽസ് നമുക്കറിയാലോ, ട്രീറ്റ്മെന്റിന് നമ്മൾ പോകുന്ന സ്ഥലമാണ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ഹോസ്റ്റൽസ്, ഹോസ്റ്റൽസ് നമുക്കറിയാം, നമ്മൾ താൽക്കാലികമായിട്ട് അതായത് ടെമ്പററി ആയിട്ട് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലമാണ് ഹോസ്റ്റൽസ് എന്ന് പറയുന്നത്, അല്ലെ? ദെൻ ഹോട്ടൽസ്, ഹോട്ടൽസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫുഡ് കഴിക്കാനായിട്ട് പോകുന്ന സ്ഥലത്തെയാണ് നമ്മൾ ഹോട്ടൽസ് എന്ന് വിളിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഹോസ്പിസ്. ഈ ഒരു വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മറ്റു വേർഡുകളൊക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും, അല്ലെ? പക്ഷെ ഈ വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹോസ്പിസ് എന്താണ്? ഒന്ന് കമന്റ് ചെയ്യുക അറിയാവുന്നവരുണ്ടെങ്കിൽ. വാട്ട് ഈസ് മീൻ ബൈ ഹോസ്പിസ്?
ഹോസ്പിസ് സെന്റർ കേട്ടിട്ടില്ല? ഹോസ്പിസ് സെന്റർ എന്ന് പറഞ്ഞാല് ട്രീറ്റ്മെന്റിനൊപ്പം എന്റർടൈൻമെന്റും പ്രൊവൈഡ് ചെയ്യുന്ന സെന്ററുകളാണ് ഹോസ്പിസ് സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇവിടെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ പ്രായമായിട്ടുള്ള ആളുകള്, തീരെ ആവശ്യരായിട്ടുള്ള ആളുകള്, അച്ഛനും അതായത് മക്കളൊക്കെ ഉപേക്ഷിച്ച് പോയിട്ടുള്ള മാതാപിതാക്കള്, അവരെയൊക്കെ സംരക്ഷിക്കുന്ന സ്ഥലത്തെയാണ് നമ്മള് ഹോസ്പിസ് സെന്റർ എന്ന് പറയുന്നത്. അതായത് അവരുടെ എന്താ പറയാ, തീരെ അവശരായിരിക്കുന്ന ഒരു കാലഘട്ടം, അതായത് ഒരു ഫൈനൽ സ്റ്റേജിൽ എത്തിയിരിക്കുന്ന ആളുകളാണ്, ജീവിതത്തിന്റെ ഫൈനൽ സ്റ്റേജിൽ എത്തിയിരിക്കുന്ന ആളുകളാണ്. അവർക്ക് ട്രീറ്റ്മെന്റിനേക്കാളും കൂടുതലായിട്ട് അവരുടെ അവസാന കാലത്ത് അവരെ കൂടുതൽ എൻജോയ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരെ കൂടുതൽ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന സെന്ററുകളാണ് ഹോസ്പിസ് സെന്ററുകൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആയോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഏതൊക്കെ വേർഡുകളാണ്? ഹോസ്പിറ്റൽസ്, ഹോസ്റ്റൽസ്, ഹോട്ടൽ, ഹോസ്പിസ്. ഈ വേർഡുകളൊക്കെ അക്കോർഡിംഗ് ടു എറ്റിമോളജി, എറ്റിമോളജി എന്ന് പറഞ്ഞാല് ഭാഷാശാസ്ത്രപരമായി, എറ്റിമോളജിയുടെ ഡെഫിനിഷൻ ഞാനൊന്ന് പറഞ്ഞുതരാം, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സ്റ്റഡി ഓഫ് ദ ഒറിജിൻ ഓഫ് വേർഡ്സ്, സ്റ്റഡി ഓഫ് ദ ഒറിജിൻ ഓഫ് words, study of the origin of words. Okay, അപ്പോ ഈ 4 പദങ്ങളും അല്ലെങ്കിൽ ഈ 4 വേർഡുകളും ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത് ഏത് വേർഡിൽ നിന്നാണ്? ലാറ്റിൻ നൗൺ ആയിട്ടുള്ള ഹോസ്പസിൽ നിന്നാണ്. ഓക്കെ, ലാറ്റിൻ നൗൺ ആയിട്ടുള്ള ഹോസ്പസിൽ നിന്നാണ് ഹോസ്പിറ്റൽസ്, ഹോസ്റ്റൽസ്, ഹോട്ടൽസ്, ഹോസ്പിസ് എന്ന് പറയുന്ന വേർഡ്സുകള് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. ഓക്കെ, ഇത്രയും കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. Then അടുത്തത് നോക്കാം നമുക്ക്. A word having the opposite meaning, a guest or visitor. അപ്പോ ഈ വേർഡിന്, ഹോസ്പസ് എന്ന് പറയുന്ന ഈ ഒരു വേർഡിന് ഡിഫറെന്റ് ആയിട്ടുള്ള മീനിങ് ആണുള്ളത്. ഓക്കെ, അതിന് എന്താ പറയാ, സിമിലർ ആയിട്ടുള്ള മീനിങ് ഉണ്ട്, അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മീനിങ് ഉണ്ട്. എന്തിന്? ഹോസ്പസ് എന്ന് പറയുന്ന ആ ഒരു വേർഡിന്. അതായത് ഇത് നൗണിലും പറയും, അഡ്ജക്റ്റീവ് ഫോമിലും പറയും. ഹോസ്പസ് എന്ന് പറയുന്ന വേർഡ് നൗണിലാണ് പറയുന്നതെങ്കിൽ അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഗസ്റ്റ് ഓർ വിസിറ്റർ എന്നാണ്. ഒന്നുകൂടി പറയാൻ ഞാൻ, ഹോസ്പസ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് നൗണിലാണ് പറയുന്നതെങ്കിൽ അതിന്റെ മീനിങ് വരുന്നത് ഗസ്റ്റ് ഓർ വിസിറ്റർ എന്നാണ്. ഓക്കെ, ഗസ്റ്റ് ഓർ വിസിറ്റർ എന്ന് പറഞ്ഞാൽ ആരാണ്? അതിഥി അല്ലെ, അല്ലെങ്കിൽ ഒരു വിരുന്നുകാരൻ എന്നിങ്ങനെ നമുക്കതിനെ പറയാനായിട്ട് പറ്റും. ഇനി അഡ്ജക്റ്റീവ് ഫോമിലാണ് ഇതിനെ പറയുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം ഇതിന്റെ മീനിങ്? അതിന്റെ മീനിങ് ഹോസ്റ്റ് ഓർ സ്ട്രേഞ്ചർ എന്ന് പറയാം. ഹോസ്റ്റ് HOST അല്ലെങ്കിൽ സ്ട്രേഞ്ചർ STRANGER. ഓക്കെ, അപ്പോ 4 തരത്തിലുള്ള മീനിങ് ഉണ്ട്. അതിന്റെ 2 മീനിങ് എന്ന് പറയുന്നത് സിമിലർ ആണ്, അത് നൗണിലാണ് വരുന്നത്, അത് ഗസ്റ്റ് ഓർ വിസിറ്റർ ആണ്. ഇനി അതിന്റെ ഓപ്പോസിറ്റ് മീനിങ് വരുന്നത് അഡ്ജക്റ്റീവ് ഫോമിലാണ്, അതിന് പറയുന്നത് ഹോസ്റ്റ് ഓർ സ്ട്രേഞ്ചർ എന്നാണ്. ഓക്കെ, ഇത്രയും പറഞ്ഞത് ഓക്കെ ആണോ? ക്ലിയർ ആയോ? ഓക്കെ, ഇവിടെ ഒരു ബ്രാക്കറ്റില് ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്, എ പ്ലേസ് വെയർ എ ഗസ്റ്റ് ഈസ് റിസീവ്ഡ്. അതായത് ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ആര് റിസീവ് ചെയ്യുന്നുണ്ട്? ഗസ്റ്റിനെ റിസീവ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മളൊരു ഹോസ്റ്റലിൽ പോയാലും അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പോയാലും ഹോട്ടലിൽ പോയാലും നമ്മൾ ഏത് സ്ഥലത്ത് പോയാലും നമ്മളെ അവിടെയുള്ള ആളുകൾ ആരായിട്ടാണ് കണക്കാക്കുന്നത്? ഒരു ഗസ്റ്റ് അല്ലെങ്കിൽ വിരുന്നുകാരനായിട്ടാണ് കണക്കാക്കുന്നത് അല്ലെ. നമ്മളെ അവരെന്ത് ചെയ്യുന്നുണ്ട്? വെൽക്കം ചെയ്യുന്നുണ്ട്. അപ്പോ അതിഥിയെ സ്വീകരിക്കുന്ന സ്ഥലങ്ങളാണ് ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. then അടുത്തൊരു സെന്റൻസ് നമുക്ക് നോക്കാം. From its gradual evolution through the 18th and 19th centuries, the hospitals in the eastern and western world
has come of age only newly during the past 50 years, or so the concept of today hospitals, contrasting basically from the old idea of a hospital as no more than a place for the treatment of the sick. അതായത് ഈ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ആ ഒരു ആശയം ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത് 18-19 നൂറ്റാണ്ടുകളിലായിട്ടാണ്. 18th and 19th സെഞ്ചുറിയിലാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ആശയം ഉടലെടുത്തതും ഹോസ്പിറ്റൽസ് ധാരാളമായിട്ട് വിവിധ സ്ഥലങ്ങളിൽ വരാനായിട്ട് തുടങ്ങിയതും. ഓക്കെ, പക്ഷെ 18-19 നൂറ്റാണ്ടുകളില് തുടങ്ങിയ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ആശയം കഴിഞ്ഞ 50 നൂറ്റാണ്ടുകളെ ആയിട്ടുള്ളൂ ഇപ്പോൾ നമ്മൾ കാണുന്ന ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ആ ഒരു പുതിയൊരു കൺസെപ്റ്റിലേക്ക് വന്നിട്ട്. അതായത് 50 വർഷങ്ങളായിട്ട്, വെറും 50 വർഷങ്ങളെ ആയിട്ടുള്ളൂ ഇപ്പൊ നമ്മൾ കാണുന്ന ഹോസ്പിറ്റലിന്റെ ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറിലേക്ക് വന്നിട്ട് കഴിഞ്ഞ 50 വർഷങ്ങളെ ആയിട്ടുള്ളൂ. കുറെ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു ആശയം വന്നതും ഹോസ്പിറ്റൽസ് ലോകത്ത് ഉണ്ടായിട്ട് ഉള്ളതും കൂടിയും പുതിയൊരു ആശയമായിട്ട്, അതായത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു ഹോസ്പിറ്റലായിട്ട് അത് മാറിയിട്ട് എത്ര വർഷങ്ങളെ ആകുന്നുള്ളൂ? കേവലം 50 വർഷങ്ങളെ ആകുന്നുള്ളൂ. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാനായിട്ട് കാരണം? ഒന്ന് കമന്റ് ചെയ്തേ, എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത്? 18-19 നൂറ്റാണ്ടുകളിലാണ് ഇത് വന്നതെന്ന് ഓർക്കണം. പക്ഷെ കഴിഞ്ഞ കേവലം 50 വർഷങ്ങളെ ആയിട്ടുള്ളൂ. അതായത് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇപ്പോ ഒരു എന്താ പറയാ ഒരു കൺസെപ്റ്റിലേക്ക് ഈ ഒരു ഇത് വന്നതെന്ന് പറയാൻ കാരണം. എന്തുകൊണ്ടായിരിക്കാം? പണ്ടത്തെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് എത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് പ്രൊവൈഡ് ചെയ്തിരുന്നത്? 18-19 നൂറ്റാണ്ടുകളിലുള്ള ഹോസ്പിറ്റല് എന്തായിരിക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക? എന്ത് മാത്രമായിരിക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക? ട്രീറ്റ്മെന്റ്. പണ്ട് ആളുകൾക്ക് അത്രത്തോളം രോഗങ്ങളില്ലായിരുന്നു. അവര് പറമ്പിൽ നിന്നുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ തന്നെ ഉപയോഗിച്ചിരുന്നത്. ഇപ്പം അതിനുശേഷം ഓരോ ജനറേഷൻ വന്നപ്പോ കാലഘട്ടം മാറുന്തോറും പുതിയ പുതിയ അപ്ഡേഷൻ വരാൻ തുടങ്ങിയപ്പോ ആൾക്കാര് ഫുഡുകളിലും മറ്റു കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങി. അപ്പൊ അവർക്ക് രോഗങ്ങൾ വരാൻ തുടങ്ങി. ഹോസ്പിറ്റലുകൾ അതിനനുസരിച്ച് വികസിക്കാൻ തുടങ്ങി. പറഞ്ഞത് കറക്റ്റ് ആണ് കേട്ടോ. അതായത് പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞാല് ട്രീറ്റ്മെന്റ് മാത്രമായിരുന്നു കൊടുത്തിരുന്നത്. ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അതിന് അടിസ്ഥാനപരമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് മാത്രമാണ് പണ്ടത്തെ ഹോസ്പിറ്റലിൽ കൊടുത്തിരുന്നത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇന്നത്തെ ഹോസ്പിറ്റലുകൾ പ്രവർത്തിക്കുന്നത്, അല്ലെ? ഞാൻ ഇതിന്റെ ഇത് വായിക്കാം, കേട്ടിരിക്കുക. 19th century hospitals were often more rudimentary with the limited resources and the technology, while modern hospitals boast advanced equipment, specialized staff, and a broader range of services. ഓക്കെ, അതായത് റുഡിമെന്ററി എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട്, പണ്ടത്തെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ കേവലം ബേസിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ മോഡേൺ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ അവിടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ് ഉണ്ട്, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ട്, അതുപോലെ തന്നെ പലതരത്തിലുള്ള സർവീസുകളും നൽകുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്, അല്ലെ? ഇന്നത്തെ ഹോസ്പിറ്റലിൽ പലതരത്തിലുള്ള ഫെസിലിറ്റീസ് ആണ് ആർക്ക് കൊടുക്കുന്നത്? രോഗികൾക്ക് കൊടുക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇന്നത്തെ ഹോസ്പിറ്റലിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിന്റെ ചില ഫീച്ചേഴ്സും കൂടി നമ്മൾക്ക് നോക്കാനുണ്ട്. ഇന്നത്തെ ഹോസ്പിറ്റലിന്റെ ടുഡേ ഹോസ്പിറ്റൽസിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ടെക്നോളജി ആൻഡ് എക്യുപ്മെന്റ്, അതായത് നൂതന സാങ്കേതിക വിദ്യയോട് കൂടിയുള്ള ഉപകരണങ്ങളാണ് എവിടെ ഉപയോഗിക്കുന്നത്? ഹോസ്പിറ്റലുകളിൽ ഉപയോഗിക്കുന്നത്, അല്ലെ? പല വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുന്ന അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള മെഷീൻസ് ആണ് ഇവിടെ ഉപയോഗിക്കുക, ഇന്നത്തെ ഹോസ്പിറ്റൽസിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ്സ്. പണ്ടത്തെ എന്ന് പറഞ്ഞാല് ജനറൽ കെയർ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ഡോക്ടർ ഉണ്ടാകും, അല്ലെ? അല്ലെങ്കിൽ ഒരു നഴ്സ് ഉണ്ടാകും, അവര് മാത്രമാണ് രോഗിയെ ചികിത്സിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. പല രോഗങ്ങൾക്കുമായിട്ട് പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റ്, ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെയുള്ള പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകൾ നമുക്ക് എവിടെ കാണാനായിട്ട് സാധിക്കും? ഹോസ്പിറ്റലിൽ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ് സ്ട്രിക്റ്റ് ഇൻഫെക്ഷൻ കൺട്രോൾ.
പണ്ടത്തെ കാലത്ത് ആളുകൾ ഫേസ് ചെയ്തിരുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു രോഗവുമായിട്ട് ഒരാൾ ചെന്ന് കഴിയുമ്പോൾ അത് അവിടെയുള്ള പലതരത്തിലുള്ള ആളുകളിലേക്ക് സ്പ്രെഡ് ചെയ്തിരുന്നു. എന്തുകൊണ്ടായിരിക്കാം? സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ അവിടെ ഇല്ലാത്തത് കൊണ്ട്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്നത്തെ ഹോസ്പിറ്റലിൽ സ്ട്രിക്റ്റ് ഇൻഫെക്ഷൻ കൺട്രോൾ. എന്താണ് സ്ട്രിക്റ്റ്? ഷെറിൻ മ്യൂട്ട് ചെയ്യട്ടോ. സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ കൺട്രോള് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്. എല്ലാവരും മ്യൂട്ട് ചെയ്യട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ലാസ്റ്റ് ചോദിക്കാവുന്നതാണ്. ഓക്കെ, ലാസ്റ്റ് 10 minutes ഞാൻ സമയം തരാം. അപ്പൊ ചോദിച്ചാൽ മതി. മ്യൂട്ട് ചെയ്യൂ, എല്ലാവരും മ്യൂട്ട് ചെയ്യൂ കേട്ടോ. ഷെറിൻ മ്യൂട്ട് ചെയ്യൂ. ഓക്കെ മാഡം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മോള് പിന്നെ ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പോ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫോളോ ചെയ്യുന്നുണ്ട്. മ്യൂട്ട് ചെയ്യൂട്ടോ ഷെറിൻ. അപ്പൊ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ എവിടെ ഫോളോ ചെയ്യുന്നുണ്ട്? ഇപ്പോഴുള്ള മോഡേൺ ഹോസ്പിറ്റലിൽ ഫോളോ ചെയ്ത് വരുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഹൈലി ട്രെയിൻഡ് സ്റ്റാഫ്, വളരെയധികം ക്വാളിഫൈഡ് ആയിട്ടുള്ള പലതരത്തിലുള്ള കോഴ്സുകൾ പഠിക്കുന്ന അല്ലെങ്കിൽ പലതരത്തിൽ എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുള്ള ആളുകളാണ് എവിടെ ജോലി ചെയ്യുന്നത്? ഈ സ്റ്റാഫുകൾ, അതായത് സ്റ്റാഫുകളായിട്ട് വർക്ക് ചെയ്യുന്നത്. ഷെറിൻ മ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ഇല്ല. ഒരു സെക്കൻഡ്, ഞാനൊന്ന് ഓൾ മ്യൂട്ട് കൊടുക്കട്ടെ. ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഓക്കെ, ഇപ്പൊ ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ലാസ്റ്റ് ഞാൻ മൈക്ക് ഓൺ ആക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ട്. ദെൻ പേഷ്യന്റ് സെന്റേർഡ് കെയർ, അതായത് പ്രയോറിറ്റൈസ് പേഷ്യന്റ് കംഫർട്ട് കമ്മ്യൂണിക്കേഷൻ കെയർ. വരുന്ന രോഗികൾക്ക് അവർക്ക് കൂടുതലായിട്ട് പ്രയോറിറ്റി കൊടുക്കുന്നു. എന്തിൽ? അവരുടെ കംഫർട്ടിന് പ്രയോറിറ്റി കൊടുക്കുന്നു, കമ്മ്യൂണിക്കേഷന് പ്രയോറിറ്റി കൊടുക്കുന്നു. അതുപോലെ തന്നെ ആക്സസിബിലിറ്റി ആൻഡ് അഫോർഡബിലിറ്റി, ടെലിമെഡിസിൻ ഉപയോഗിക്കുന്നു, ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മോഡേൺ ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ്. Then next one is emphasize on prevention, അതായത് പ്രിവെന്റീവ് കെയറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, ഹെൽത്ത് ക്യാമ്പയിൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, ലൈഫ് സ്റ്റൈൽ ഇന്റർവെൻഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആര് കൊടുക്കുന്നതാണ്? മോഡേൺ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ചില ഫെസിലിറ്റീസ് ആണ്. ഓക്കെ, അപ്പോ പണ്ടത്തെ ആശയം അല്ലെങ്കിൽ ആ ഒരു നൂറ്റാണ്ടിലെ ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പോഴത്തെ ഹോസ്പിറ്റൽ നോക്കുമ്പോൾ പലതരത്തിലുള്ള ഫെസിലിറ്റീസ് ആർക്ക് കൊടുക്കുന്നുണ്ട്? രോഗികൾക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്, currently the hospitals are not just seen as healing centers but also as a place that actually promote helpful living. ഹീലിംഗ് സെന്റേഴ്സ് എന്ന് പറഞ്ഞാല് രോഗശാന്തി കേന്ദ്രങ്ങൾ എന്നാണ് കേട്ടോ.
ഹീലിംഗ് സെന്റേഴ്സിന്റെ അർത്ഥം വരുന്നത് രോഗശാന്തി കേന്ദ്രങ്ങൾ. അതായത് ഇപ്പോഴത്തെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് കേവലം രോഗശാന്തി കൊടുക്കുന്ന അല്ലെങ്കിൽ കേവലം ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന സ്ഥലങ്ങൾ മാത്രമല്ല ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അവിടെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ലിവിങ്, അതായത് ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു ജീവിതം കൂടി അല്ലെങ്കിൽ ആ ഒരു കാര്യം കൂടി അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മീൻസ് കൂടുതൽ ഫെസിലിറ്റീസ് കൊടുക്കുന്ന അല്ലെങ്കിൽ രോഗിയെ ആരോഗ്യവാനാക്കി തിരിച്ചുവിടുന്നു എന്നാണ് അതിന് അർത്ഥം വരുന്നത്. ഓക്കെ, ദ ജനറൽ പബ്ലിക് വുഡ് പ്രിഫർ ടു വിസിറ്റ് ഹോസ്പിറ്റൽ that offers many facilities rather than going to a hospital that only satisfies to the patient's care. With this concept, the image of the hospitals gradually became good, and they are being arisen again from just being the centers for medical care and treatment to a facility providing comprehensive, preventive, curative and rehabilitation services. Okay. അപ്പൊ എപ്പോഴും അതായത് ജനറൽ പബ്ലിക്, ജനങ്ങള് എപ്പോഴും കൂടുതൽ പോകാനായിട്ട് താല്പര്യപ്പെടുന്നത് കേവലം ട്രീറ്റ്മെന്റ് മാത്രം കൊടുക്കുന്ന ഹോസ്പിറ്റലിലേക്കല്ല, മറിച്ച് ധാരാളം ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്കാണ് കൂടുതൽ ആളുകൾ പോകാനായിട്ട് താല്പര്യപ്പെടുന്നത്. ഇതിപ്പോ നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. ജസ്റ്റ് ഒരു ട്രീറ്റ്മെന്റ് മാത്രം നൽകുന്ന ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ഒരിക്കലും പോകാനായിട്ട് ആഗ്രഹിക്കില്ല, മറിച്ച് അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി നമ്മളെ കെയർ ചെയ്യുന്ന അത്തരത്തിലുള്ള സ്റ്റാഫുകൾ വർക്കിംഗ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലേക്കാണ് കൂടുതൽ ആളുകളും പോകാനായിട്ട് താല്പര്യപ്പെടുന്നത്. ഈ ഒരു കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ആ ഒരു സങ്കല്പം കൂടുതലും എന്താണ് നല്ല മികച്ചതാവുകയും ആ ഒരു ഹോസ്പിറ്റലിന്റെ എന്താ പറയാ പണ്ടത്തെ കാലത്തെ ഹോസ്പിറ്റലിന്റെ ആ ഒരു ആശയത്തിൽ നിന്ന് കൂടുതൽ മാറി ചിന്തിക്കുകയും കൂടുതൽ ഫെസിലിറ്റീസ് തരുന്ന ഒന്നായി മാറുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് മെഡിക്കൽ കെയർ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്നതല്ല. ഇപ്പോഴത്തെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് അവിടെ കുറച്ച് നൂതനമായിട്ടുള്ള അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. എത്തരത്തിലുള്ള കാര്യങ്ങള്? അതായത് അവിടെ രോഗികൾക്ക് എങ്ങനെയാണ് കെയർ കൊടുക്കുന്നത്? ബേസിക് ആയിട്ടുള്ള കെയർ ആണോ കൊടുക്കുന്നത്? അല്ല, മറിച്ച് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് കോംപ്രഹെൻസീവ് ആയിട്ടുള്ള കെയർ, മീൻസ് സമഗ്രമായ. കോംപ്രഹെൻസീവിന്റെ മീനിങ് വരുന്നത് എന്താണ്? സമഗ്രമായ. ദെൻ പ്രിവെന്റീവ്. പ്രിവെന്റീവ് എന്ന് പറഞ്ഞാല് പ്രതിരോധം. ദെൻ ക്യൂറേറ്റീവ് എന്ന് പറഞ്ഞാല് രോഗശാന്തി. ക്യൂറേറ്റീവ് മീൻസ് രോഗശാന്തി. ദെൻ റിഹാബിലിറ്റേഷൻ. റിഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാല് പുനരധിവാസം. ഓക്കെ, അപ്പോ വരുന്ന രോഗികൾക്ക് ബേസിക് ട്രീറ്റ്മെന്റ് മാത്രമല്ല അവർ കൊടുക്കുന്നത്, കോംപ്രഹെൻസീവ് ആയിട്ടുള്ള സമഗ്രമായിട്ടുള്ള, പ്രിവെന്റീവ് പ്രതിരോധത്തിലൂന്നിയ, ക്യൂറേറ്റീവ് രോഗശാന്തി നൽകുന്ന, റിഹാബിലിറ്റേഷൻ രോഗിയെ പുനരധിവസിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഹോസ്പിറ്റലുകള് രോഗിക്ക് ചികിത്സ കൊടുക്കുന്നത്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ദെൻ അടുത്തത് നമ്മൾ നോക്കാനുള്ളത് ഡെഫിനിഷൻ ഓഫ് ഹോസ്പിറ്റൽ ആണ് കേട്ടോ. ഓക്കെ, എന്താണ് ഹോസ്പിറ്റലിന്റെ ഡെഫിനിഷൻ എന്ന് നമുക്ക് നോക്കാം. ഹോസ്പിറ്റൽസ് ആർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡിംഗ് മെഡിക്കൽ ആൻഡ് സർജിക്കൽ ട്രീറ്റ്മെന്റ് ആൻഡ് നഴ്സിംഗ് കെയർ ഫോർ എനി ഇൽ ഓർ ഇൻജേർഡ് പീപ്പിൾ. ഇപ്പോഴെന്താ പറയുന്നേ? അതായത് ഒരു രോഗിയായിട്ടുള്ള ഒരാള് അല്ലെങ്കിൽ ഒരു പരിക്കേറ്റ വ്യക്തി, അത്തരത്തിലുള്ള ഒരാൾക്ക് എല്ലാ തരത്തിലുമുള്ള മെഡിക്കൽ, സർജിക്കൽ, നഴ്സിംഗ് കെയർ കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു സ്ഥാപനമാണെന്ത് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ആക്സിഡന്റ് ആയിട്ട് ഒരു രോഗി വന്നു, അല്ലെങ്കിൽ ഭയങ്കര രോഗബാധിതനായിട്ട് ഒരാൾ വന്നു. ഓക്കെ, ഇത്തരത്തിലുള്ള ആളുകൾ വരുമ്പോൾ അവർക്ക് വെറും ട്രീറ്റ്മെന്റ് മാത്രമല്ല കൊടുക്കുന്നത്, അവരെ പരിശോധിക്കുന്നു, അവർക്ക് വേണമെങ്കിൽ ഓപ്പറേഷൻ നടത്തുന്നു, അവർക്ക് രോഗി പരിചരണം കൊടുക്കുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളും കൂടി ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോ
അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് പോകട്ടോ ടെക്സ്റ്റ് ഉള്ളവര്. ഹോസ്പിറ്റൽസ് ആർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡിംഗ് മെഡിക്കൽ ആൻഡ് സർജിക്കൽ ട്രീറ്റ്മെന്റ് and nursing care for any ill or injured people. പരിക്കേറ്റ വ്യക്തി അല്ലെങ്കിൽ രോഗബാധിതനായിട്ടുള്ള ഒരു വ്യക്തിക്ക് മെഡിക്കൽ നഴ്സിംഗ് കെയർ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണെന്ത് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് an institution that make use of physicians, surgeons and team of technical staff in order to provide facilities for diagnosis, therapy, rehabilitation, prevention, education and research. ഓക്കെ, അപ്പോ ഈ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെ ആരൊക്കെയാണുള്ളത്? അവിടെ ഫിസീഷ്യൻസ് ഉണ്ട് അല്ലെ? അതായത് ജനറൽ ഡോക്ടറെയാണ് നമ്മൾ ഫിസീഷ്യൻ എന്ന് പറയാം. പണ്ടത്തെ കാലത്ത് ഒരു ഡോക്ടർ മാത്രമേ ഉണ്ടായുള്ളൂ, ഫിസീഷ്യൻ മാത്രമേ ഉണ്ടായുള്ളൂ ഹോസ്പിറ്റലിൽ. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയാണോ? അവിടെ നമുക്ക് ഫിസീഷ്യൻസിനെ കാണാൻ പറ്റും. അതുപോലെ തന്നെ സർജൻസ്, സർജറി ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ട്. ടീം ഓഫ് ടെക്നിക്കൽ സ്റ്റാഫ്, ധാരാളം എക്യുപ്മെന്റുകളൊക്കെ പ്രവർത്തിപ്പിക്കുന്ന ടെക്നിക്കൽ സ്റ്റാഫുകൾ ഉണ്ട്. ഇത്തരത്തിലുള്ള ആളുകളൊക്കെ എവിടെ കാണാം? നമുക്ക് ഹോസ്പിറ്റലിൽ കാണാം. ഇത്തരത്തിലുള്ള വ്യക്തികളെ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് കൊടുക്കുന്നത്? അതായത് ഇവരുടെ സഹായത്തോടു കൂടിയാണ് രോഗികളുടെ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗനിർണയം നടത്തുന്നത്. രോഗിക്ക് എന്താണ് രോഗമെന്ന് കണ്ടുപിടിക്കുന്നത് ആരുടെ സഹായത്തോടു കൂടിയാണ്? ഫിസീഷ്യൻസിന്റെയും അതുപോലെ തന്നെ ടെക്നിക്കൽ സ്റ്റാഫുകളുടെ ഒക്കെ സഹായത്തോടു കൂടിയാണ് രോഗിയുടെ രോഗം എന്താണെന്ന് നിർണ്ണയിക്കുക. ഓക്കെ, തെറാപ്പി, രോഗിക്ക് ചികിത്സ കൊടുക്കുന്നു. അപ്പോൾ ആദ്യം രോഗനിർണയം നടത്തുന്നു, രോഗിക്ക് ചികിത്സ കൊടുക്കുന്നു. റിഹാബിലിറ്റേഷൻ, രോഗിയെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരുന്നു. ദാറ്റ് മീൻസ് റിഹാബിലിറ്റേഷൻ. ഓക്കെ, പ്രിവെൻഷൻ എന്ന് പറഞ്ഞാല് രോഗപ്രതിരോധം, അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് രോഗം വരാതെ സൂക്ഷിക്കുന്നു, പ്രതിരോധം, പ്രിവെൻഷൻ. ആൻഡ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ഓക്കെ, അപ്പോ ഒരു ഹോസ്പിറ്റലിലെ രോഗിക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമല്ല കൊടുക്കുന്നത്, മറിച്ച് അവിടെ രോഗികൾക്ക് അല്ലെങ്കിൽ രോഗികൾക്കല്ല, അതായത് സ്റ്റാഫുകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട് അല്ലെ? ഇപ്പൊ ധാരാളം എന്താണ് നമുക്കറിയാം, മെഡിക്കൽ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ അല്ലെ? ഇവർക്കൊക്കെ എന്താ കൊടുക്കുന്നേ? എഡ്യൂക്കേഷൻ കൊടുക്കുന്നു. റിസർച്ച്, ഗവേഷണപരമായിട്ടുള്ള കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ നടത്തുന്നുണ്ട്. ധാരാളം മരുന്നുകൾ കണ്ടുപിടിക്കുന്നു, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നു. ഇതൊക്കെ എന്താണ്? ഹോസ്പിറ്റലിൽ നടത്തുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, അടുത്ത പാരാഗ്രാഫിൽ നോക്കൂ നമ്മള്. പ്രൊഫഷണലി ആൻഡ് ടെക്നിക്കലി സ്കിൽഡ് പീപ്പിൾ apply their knowledge and skill with the help of complicated equipment and appliances to provide quality care for the patient. Hospital is a place for the diagnosis and treatment of human ills and bringing back of health and well-being of those temporarily prevented from enjoying this. Okay, അതായത് പ്രൊഫഷണലി സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ അവരുടെ നോളജ് അല്ലെങ്കിൽ അവരുടെ സ്കില്ല് എന്ത് ചെയ്യുന്നു? എക്യുപ്മെന്റുകളുടെ സഹായത്തോടെ ഹോസ്പിറ്റലിൽ അപ്ലൈ ചെയ്യുന്നു. നമുക്കറിയാം, ഡോക്ടേഴ്സ് ആണെങ്കിലും നഴ്സസ്മാരാണെങ്കിലും അതുപോലെ ടെക്നിക്കൽ ആയിട്ടുള്ള സ്റ്റാഫുകളാണെങ്കിലും ഇവർക്കൊക്കെ എന്തുണ്ട്? അവര് പ്രൊഫഷണലി സ്കിൽഡ് ആണ്, അവര് നോളജ് ഉള്ള ആളുകളാണ് അല്ലെ? ഇവരൊക്കെ എന്താ ചെയ്യുന്നേ? അതായത് ഹോസ്പിറ്റലിലുള്ള എക്യുപ്മെന്റിന്റെ സഹായത്തോടു കൂടി എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ അറിവ് എന്ത് ചെയ്യുന്നു? അപ്ലൈ ചെയ്യുന്നു. ഒരു രോഗി വന്നു, വയറുവേദനയായിട്ടാണ് ഒരു രോഗി വരുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഡോക്ടർ രോഗനിർണയം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ എക്യുപ്മെന്റിന്റെ സഹായത്തോടു കൂടി ആ ആൾക്ക് സ്കാൻ ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ ഡോക്ടറുടെ അറിവും അതുപോലെ തന്നെ എക്യുപ്മെന്റിന്റെ സഹായത്തോടു കൂടിയുമാണ് അദ്ദേഹത്തിന് അവിടെ രോഗനിർണയം, ചികിത്സ മുതലായിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾ എക്യുപ്മെന്റിന്റെ സഹായത്തോടു കൂടി എന്താ നടത്തുന്നത്? ഹോസ്പിറ്റലിലെ രോഗി എന്ത് ചെയ്യുന്നു? ചികിത്സിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അനാരോഗ്യം അനുഭവിക്കുന്ന, അതായത് രോഗിയായിട്ടുള്ള ഒരാളുടെ, അതായത് അവരുടെ
അവരുടെ പഴയ ജീവിതത്തിലേക്ക്, രോഗിയായിട്ടുള്ള ഒരാൾ വന്നു കഴിഞ്ഞാല് അവരുടെ പഴയ ജീവിതത്തിലേക്ക് അവരെ കൊണ്ടുവരുന്നതിനുള്ള ഒരു സെന്റർ കൂടിയാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഭയങ്കരമായിട്ട് നമുക്ക് എന്തെങ്കിലും രോഗാവസ്ഥയിലുള്ള ആളാണെങ്കിൽ, നമ്മൾ രോഗിയായിട്ടുള്ള ആളാണെങ്കിൽ, അതിലൊരു ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ തീരെ വീക്കായിട്ടായിരിക്കും ഹോസ്പിറ്റലിൽ ചെല്ലുക അല്ലെ. അവരെന്ത് ചെയ്യുന്നു? നമ്മളെ ആദ്യം ഡയഗ്നോസിസ് ചെയ്യുന്നു, ദെൻ നമുക്ക് തെറാപ്പി തരുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു? റിഹാബിലിറ്റേറ്റ് ചെയ്യുന്നു, നമ്മളെ പഴയ അവസ്ഥയിലേക്ക് ആക്കുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഒരു സെന്റർ കൂടിയാണത് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. Okay. Then last one, World Health Organization, WHO definition. WHO എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, അതായത് ലോകാരോഗ്യ സംഘടനയാണ്. ലോകാരോഗ്യ സംഘടന ഹോസ്പിറ്റലിന് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഡെഫിനിഷൻ ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം അതെന്താണെന്ന്. A hospital is an integral part of a medical and social organization, the function of which is to provide for the population complete health care, both curative and preventive, and whose outpatient service reach out the family and its home environment. The hospital is also a center for the training of health workers and biological research. Biological എന്നാണ് കേട്ടോ അവിടെ വരുന്നത്, ബയോളജിക്കൽ റിസർച്ച്. ഓക്കെ, അപ്പൊ എന്താണ് WHO കൊടുത്തിരിക്കുന്ന ഡെഫിനേഷൻ? അതായത് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു ഇന്റഗ്രൽ പാർട്ടാണ്. നമ്മുടെ സൊസൈറ്റിയിലെ അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷന്റെ ഒക്കെ ഭാഗമായിട്ട് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഫാക്ടറാണ് ഈ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും പോപ്പുലേഷന് കംപ്ലീറ്റ് ഹെൽത്ത് കെയർ കൊടുക്കുക, അതായത് ജനങ്ങൾക്ക് കംപ്ലീറ്റ് ഹെൽത്ത് കെയർ കൊടുക്കുക എന്നുള്ളതാണ് ഹോസ്പിറ്റലിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എത്തരത്തിലാണ് കംപ്ലീറ്റ് ഹെൽത്ത് കെയർ കൊടുക്കേണ്ടത്? ബോത്ത് ക്യൂറേറ്റീവ് ആൻഡ് പ്രിവെന്റീവ്, അതായത് രോഗശാന്തി നൽകുന്നതും പ്രതിരോധിക്കുന്നതുമായിട്ടുള്ള രീതിയിലാണ് എന്ത് കൊടുക്കേണ്ടത്? ആളുകൾക്ക് ചികിത്സ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ആളുകളെ ട്രീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ആളുകൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുക, ആളുകളെ ഹോസ്പിറ്റലിൽ കിടത്തുക, അവിടെ വെച്ച് അവരെ ട്രീറ്റ് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് ഔട്ട് പേഷ്യന്റ് സർവീസ് കൂടി ആര് കൊടുക്കുന്നുണ്ട്? ഹോസ്പിറ്റലിൽ കൊടുക്കുന്നുണ്ട്. എന്താണ് ഔട്ട് പേഷ്യന്റ് സർവീസ്? അതായത് പുറത്തു നിന്നുള്ള രോഗികള് ഡോക്ടറെ കാണാൻ വരുന്നു, അവര് മരുന്ന് മേടിക്കുന്നു, തിരിച്ചു പോകുന്നു. ഓക്കെ, ഇതിനെയാണ് ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് പറയുന്നത്. അതായത് അഡ്മിറ്റ് ആകാത്ത രോഗികള്, നമ്മളൊക്കെ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാല് ഹോസ്പിറ്റലിൽ പോകും, ഡോക്ടറെ കാണും, മെഡിസിൻ വാങ്ങും, തിരിച്ചു പോരും. ഇതിനെയാണ് ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് പറയുന്നത്. അതായത് കിടത്തി ചികിത്സയിലില്ലാത്ത ആളുകള്. അപ്പൊ ഔട്ട് പേഷ്യന്റ് സർവീസ് കൊടുക്കുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്വമാണ്, അല്ലെങ്കിൽ ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? ഹോസ്പിറ്റലിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അതുപോലെ തന്നെ ഹോം എൻവയൺമെന്റ് പ്രദാനം ചെയ്യുക, അതായത് രോഗികള് ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഒരു വീട് പോലെ തന്നെ ആകണം ആര് ട്രീറ്റ് ചെയ്യേണ്ടത്? ഹോസ്പിറ്റല് ട്രീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അത് മാത്രമല്ല, ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഓൾസോ എ സെന്റർ ഫോർ ദ ട്രെയിനിങ് ഓഫ് ഹെൽത്ത് വർക്കേഴ്സ് ആൻഡ് ബയോളജിക്കൽ റിസർച്ച്. അതായത് ഹെൽത്ത് വർക്കേഴ്സ്, ആരോഗ്യ പ്രവർത്തകർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സ്ഥലം കൂടിയാണത് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബയോളജിക്കൽ റിസർച്ച്, ധാരാളം ഗവേഷണങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണത് ഈ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ സൊസൈറ്റിയിലെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഫാക്ടറാണ്. ജനങ്ങൾക്ക് കംപ്ലീറ്റ് ഹെൽത്ത് കെയർ കൊടുക്കുക എന്നുള്ളതാണ് ഹോസ്പിറ്റലിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ജനങ്ങൾക്ക് അതായത് ഔട്ട് പേഷ്യന്റ് സർവീസ് കൊടുക്കുന്നു, അതുപോലെ ഹോം എൻവയൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഹെൽത്ത് വർക്കേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്നു, ധാരാളം ബയോളജിക്കൽ റിസർച്ച് നടത്തുന്ന ഒരു സ്ഥാപനം കൂടിയായിരിക്കണമെന്ന് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. WHO ഡെഫിനിഷൻ ആണ് നമ്മളിപ്പോ പഠിച്ചത്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, അപ്പൊ ഞാൻ മൈക്ക് ഓൺ ചെയ്യാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ,
ഈ ഒരു ഇൻട്രൊഡക്ഷൻ, ഈ ഒരു പേജുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. മനസ്സിലായോ? ക്ലിയർ ആയോ? മാം ഒരു മിനിറ്റ്. പറഞ്ഞോളൂ. ഇത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നിലവിൽ വന്ന വർഷം 1957 ആണെന്ന് അതിനകത്ത് അതല്ലേ? അല്ല, ഡെഫിനിഷൻ കൊടുത്തതാണ്. ഡെഫിനിഷൻ കൊടുത്തതാണ്. 1948 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വന്നത്. 48 അല്ലേ? എനിക്ക് ചുമ വന്നു, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഓഫ് ആക്കിയത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇന്ന് വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ അല്ലേ? ആരും സംശയത്തോടു കൂടി പോവാൻ പാടില്ല കേട്ടോ. ക്ലിയർ ആണ്? മിസ്സേ ഒരു ഡൗട്ട്, ഈ ഡെഫിനിഷൻ ഒക്കെ നമ്മൾ കാണാപ്പാഠം പഠിക്കണ്ടേ? ഡെഫിനിഷൻ നിങ്ങൾ ഇത് ഫുള്ള് പഠിച്ചിരിക്കണം എന്ന് നിർബന്ധമില്ല. ഇത് കുറെ അധികം ഉണ്ടല്ലോ, ചിലപ്പോഴാ വരും, സാധ്യത കുറവാണ് വരാനായിട്ട്. മാം ഇതിൽ പ്രധാനപ്പെട്ട നോട്ട്സ് നമുക്ക് കിട്ടുമല്ലോ എഴുതാൻ? എന്താണ് പ്രധാനപ്പെട്ട നോട്ട്സ് എഴുതാൻ കിട്ടൂലേ? PDF ആയിട്ട് ഉണ്ടാവൂലേ? ഇല്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചില കാര്യങ്ങൾ ഞാൻ ടേമൊക്കെ എറ്റിമോളജി ഒക്കെ പറഞ്ഞത് സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞതാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ടെക്സ്റ്റ് കിട്ടുമ്പോൾ ടെക്സ്റ്റിന്റെ സൈഡിലായിട്ട് എഴുതിയൊക്കെ, അല്ലെങ്കിൽ ഒരു നോട്ട് എടുത്തിട്ട് നോട്ട് ചെയ്താലും മതി. അപ്പൊ ക്ലാസ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ടീച്ചർ വെയിറ്റിംഗ് ആണ് കേട്ടോ. ടീച്ചർ ഇപ്പൊ വരും. ഓക്കെ, താങ്ക് യു.